രഹനത്ത് പറയുന്ന ഒരു ഡയലോഗ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു, എനിക്ക് നവാസ്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത്രയും അപ്പം നമുക്ക് മനസ്സിലാവില്ലേ ആ ഫാമിലിയുടെ ഒരു ഒത്തൊരുമ ബോണ്ട് മനസ്സിലാവില്ലേ? അത്രയും സ്നേഹമാണ് ആ കുട്ടിക്ക്. അത്രയും ആ സ്നേഹത്തിന് എന്താ പറ്റിയ കണ്ണു കെട്ടിപ്പോയിട്ടുണ്ടാവും സത്യമായിട്ടും. അതെ, ആലോചിക്ക്, ആ കുട്ടിക്ക് ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ പടച്ചവൻ. മുമ്പോട്ട് വേണം, 3 പിള്ളേരല്ലേ, നവാസ്കില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലും പടച്ചവൻ ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കണം, ശക്തി കൊടുക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആ 3 പിള്ളേരെ ഓരോ നിലയിൽ എത്തിക്കണം. കാരണം പറക്കാൻ പറ്റാത്ത കുട്ടികളെ പോലെയാണ് അവരിപ്പം. പഠിക്കുകയാണല്ലോ അവർ, ഒന്നും ആയിട്ടില്ല. ഞാൻ കണ്ടു. ഇനി ഒന്ന് പോയിട്ട് വേണം, ഒന്ന് പോയി കണ്ട് സമാധാനിപ്പിച്ച് നമ്മൾ കരുത്ത് കൊടുക്കണം. നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, ജീവിക്കുക, മുമ്പോട്ട് വാ. അതായിരിക്കും കബറിൽ കിടക്കുന്ന നവാസിൻ്റെ സന്തോഷം. അല്ലാണ്ട് കരഞ്ഞിരുന്ന് എൻ്റെ ജീവിതം പോയാൽ നവാസ്ക്ക് പോയി ഇനി ഞാനും പോയിട്ട് അത് പറയരുത്. നവാസിൻ്റെ കബറിന് നവാസിന് സന്തോഷം വരുത്തണമെങ്കിൽ ആ കബറിൽ നവാസ് കരയാൻ ഇടവയ്ക്കരുത്. സന്തോഷം വരുന്നെങ്കിൽ രഹന മുമ്പോട്ട് പോയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. 3 കുട്ടികളെ അന്തസ്സായിട്ട് വളർത്തണം. അതാണ് വേണ്ടത്.